Hi friends, ഇന്ന് നമുക്ക് സാന്താ ക്ലോസിനെ ഉണ്ടാക്കാം. സാന്താ ക്ലോസിനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: റൂളർ, കോട്ടൺ, യെല്ലോ പേപ്പർ, റെഡ് പേപ്പർ, സിസർ, ബ്ലാക്ക് മാർക്കർ, പെൻസിൽ, സ്മോൾ മിറർ, ഗ്ലൂ ഗൺ. ആദ്യം തന്നെ റെഡ് പേപ്പർ എടുത്ത് അതിൽ 11 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഒരു താഴേക്ക് വരയ്ക്കുക. എന്നിട്ട് ആ ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്യാം. ശേഷം അത് റോൾ ചെയ്ത് അതിൻ്റെ അവസാന ഭാഗം അതിനോട് പേസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ യെല്ലോ പേപ്പർ എടുത്ത് അതിലൊരു സർക്കിൾ വരയ്ക്കുക. ഒരുപാട് വലിപ്പം വേണ്ട, ചെറിയൊരു സർക്കിൾ വരച്ച് അതിലൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അതിനുശേഷം 2 കണ്ണ് വരയ്ക്കുക. മാർക്കർ ഉപയോഗിച്ചാണ് കണ്ണ് വരയ്ക്കേണ്ടത്. ശേഷം റെഡ് പേപ്പറിൽ വേറൊരു സർക്കിൾ വരയ്ക്കുക. അതും ഇതുപോലെ കട്ട് ചെയ്ത് അതിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കിത് റോൾ ചെയ്ത് ഈ ഒരു രൂപത്തിലാക്കി മാറ്റാം. അധിക ഭാഗം വരികയാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കി അവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് യെല്ലോ ഫേസിലേക്ക് അത് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് വെക്കാം. എങ്ങനെയുണ്ട്? അതിനുശേഷം നമുക്കത് നേരത്തെ റോൾ ചെയ്ത് വെച്ച റെഡ് പേപ്പറിന്റെ മുകളിലേക്ക് നമുക്കിത് ഒട്ടിച്ചു വെക്കാം. നല്ല ഭംഗിയില്ലേ? ഇനി നമുക്ക് അതിൻ്റെ മിഡിലായി ഒരു ബ്ലാക്ക് മാർക്കർ ഉപയോഗിച്ച് ഇതുപോലെ വരച്ച് കളർ ചെയ്യാം. അതിൻ്റെ മാർക്കർ വരച്ചതിൻ്റെ സെൻറ്ററിലായി നമുക്കൊരു ചെറിയ കണ്ണാടി ഒട്ടിച്ചു വയ്ക്കാം. അതിനുശേഷം കോട്ടൺ എടുത്ത് ഇതുപോലെ റൗണ്ട് ചെയ്ത് അത് ക്യാപ്പിൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം കുറച്ചുകൂടെ കോട്ടൺ എടുത്ത് ഇതുപോലെ ചെയ്ത ശേഷം ക്യാപ്പിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്ക് പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. ശേഷം നമുക്ക് ഫേസിലും അല്പം കോട്ടൺ പേസ്റ്റ് ചെയ്യാം. കോട്ടൺ പേസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് അവിടെ മാർക്കർ കൊണ്ട് ചെറുതായി ഒന്ന് വരച്ച് ഭാഗം വരച്ച് വെച്ച ശേഷം ബാക്കി കോട്ടൺ നമുക്കതിൻ്റെ സാന്താക്ലോസിന് നമുക്ക് ഒട്ടിച്ചു വെക്കാം. എങ്ങനെയുണ്ട് സാന്താക്ലോസിനെ കാണാൻ? നല്ല ഭംഗിയുണ്ടല്ലേ? ഇങ്ങനെ നമുക്ക് സാന്താക്ലോസിനെ ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.